ഹലോ ഹലോ പ്രവീണേ, കൊച്ചു കള്ള, ആരും അറിയാതെ പോയി കല്യാണം കഴിച്ചല്ലേ? ചേട്ടാ, ഞാൻ ഡ്രൈവിങ്ങിലാണ് ചേട്ടാ, തിരിച്ചു വിളിക്കാം ഞാൻ. ഹലോ മോനെ. ചേട്ടാ, ചേച്ചി അവരെ അച്ഛൻ വന്ന് വിളിച്ചോണ്ട് പോയി. ആഹാ, കൊള്ളാം. നിന്നെ ചേച്ചിക്ക് വീട്ടിൽ പോകണ്ടടാ. വേറെ എന്തൊക്കെയുണ്ട് വിശേഷം? പറ. പുള്ളിക്കാരി തിരിച്ചു വരുമല്ലോ അല്ലേ? എന്താടാ അങ്ങനെ ചോദിക്കുന്നത്? ഉറപ്പായിട്ടും വരും. അവിടെ ഞാൻ ട്രാഫിക്കില്ല, ഞാൻ വിളിക്കാം നിന്നെ. ചേട്ടാ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ തുറന്ന് പറയണേ. ഞാൻ വിളിക്കാം നിന്നെ, വിളിക്കാം. I always ask myself this question. When do we stop loving someone? എൻ രാഗത്തിൻ മൃദുതാളത്തിൽ എൻ പ്രണയമായി നീ മാറിയോ, എൻ രാഗത്തിൻ മൃദുതാളത്തിൽ എൻ പ്രണയമായി നീ മാറിയോ, എൻ രാഗത്തിൻ മൃദുതാളത്തിൽ എൻ പ്രണയമായി നീ മാറിയോ, എൻ രാഗത്തിൻ മൃദുതാളത്തിൽ എൻ പ്രണയമായി നീ മാറിയോ. പുലർമഞ്ഞു പോലെ നീ എന്നുള്ളിൽ വീഴവേ, എൻ ശ്വാസക്കാറ്റു നിൻ രാഗമായി അലിഞ്ഞുവോ. ഈ ജന്മ വഴിയരികിൽ സ്നേഹമായി വന്നു നീ, എൻ ശ്വാസക്കാറ്റ് നിൻ താളമായി മാറിയോ. എൻ രാഗത്തിൻ മൃദുതാളത്തിൽ എൻ പ്രണയമായി നീ മാറിയോ, എൻ രാഗത്തിൻ മൃദുതാളത്തിൽ എൻ പ്രണയമായി നീ മാറിയോ, എൻ രാഗത്തിൻ മൃദുതാളത്തിൽ എൻ പ്രണയമായി നീ മാറിയോ, എൻ രാഗത്തിൻ മൃദുതാളത്തിൽ എൻ പ്രണയമായി നീ മാറിയോ. പുലർമഞ്ഞു പോലെ നീ എന്നുള്ളിൽ വീഴവേ, എൻ ശ്വാസക്കാറ്റു നിൻ രാഗമായി അലിഞ്ഞുവോ. ജീവിതത്തിലെ ഏറ്റവും പ്രയാസമേറിയ തീരുമാനങ്ങളിലൊന്ന്, നാം പ്രണയിക്കുന്നവർ നമുക്ക് നേരെ തിരിയുമ്പോൾ, നമ്മെ പരിചയപ്പെട്ടതിൽ ഖേദിക്കുമ്പോൾ, നാം ആ പ്രണയം ത്യജിച്ച് അപരിചിതരെ പോലെ പിരിയണമോ, അതോ എവിടെയോ അപ്പോഴും തീവ്രമായി ജ്വലിക്കുന്ന ഇഷ്ടം മുഴുവൻ സ്വരൂപിച്ച് അവനെ തിരികെ വിളിക്കണമോ എന്നുള്ളതാണ്. ഞാൻ അറിയുന്നു അവളെ തിരിച്ചു കിട്ടാനുള്ള എൻ്റെ ഓരോ ശ്രമങ്ങളും അവളെ എന്നിൽ നിന്നും കൂടുതൽ അകറ്റുന്നുവെന്ന്. എന്നെങ്കിലും ഒരിക്കൽ എന്നെ മനസ്സിലാക്കുമ്പോൾ ഒരു തുള്ളി കണ്ണീർ അവളുടെ കവളിടം നനയ്ക്കുമെങ്കിൽ. മഴ പൊഴിയും മനസ്സുമായി നനഞ്ഞു വിഴിയും നിറവുമായി, മഴ പൊഴിയും മനസ്സുമായി നനഞ്ഞ മിഴിയും നിറവുമായി, തീരങ്ങൾ തേടുന്ന തിരമാലയാണു നീ, വേഴാമ്പൽ കേഴുന്ന വർഷകാലമാണു നീ. എൻ രാഗമായി, എൻ താനമായി, എൻ പല്ലവിയായി പാടു നീ. എൻ രാഗമായി, എൻ താനമായി, എൻ പല്ലവിയായി പാടു നീ. ഒരുപാട് സ്നേഹിച്ച് അതിനവസാനം ഏതേതോ കാരണത്താൽ അവൾ എന്നെ വെറുത്തു തുടങ്ങി. ഇനി എന്തെങ്കിലും വെറുപ്പിന്റെ അവസാനം എന്നെ വീണ്ടും സ്നേഹിക്കാൻ അവൾക്ക് കാരണങ്ങൾ ഉണ്ടാകുമായിരിക്കും. തനിയാവർത്തനമാകൂ